ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ഇത് പൊട്ടി വരുമ്പോൾ ഒരു സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇത് വല്ലാതെ ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഉടച്ച ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉടച്ച ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 6-7 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കലക്കിയെടുക്കാം. ബാറ്റർ തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലൊരു ലൂസായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അധികം ലൂസാകരുത്. ഇതേമാതിരി ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് 4 ബ്രെഡ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി, ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. ഇനി ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ മിക്സ് വെച്ച് കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പ്ലേറ്റിൽ വെച്ചിട്ടോ പൊട്ടാറ്റോ മിക്സ് വെച്ച് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അതിനുശേഷം
4ആയിട്ട് കട്ട് ചെയ്യാം. ഇനി ഓരോ പീസസും മൈദമാവിൽ മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. ഇങ്ങനെ എല്ലാതും ചെയ്തെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ഓരോ പീസസും ഇതിലേക്കിട്ട് മൊരിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും. പിന്നീട് അത് മറിച്ചിട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കേണ്ടതാണ്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു കിട്ടുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെച്ച് കൊടുക്കരുത്. ഇപ്പോൾ 2 വശവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനി കോരി മാറ്റാം. അടുത്ത പീസസും ഇതേമാതിരി തന്നെ മൊരിച്ചെടുക്കാം. അങ്ങനെ ടേസ്റ്റിയും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.